നമസ്കാരം. അമേരിക്ക വീണ്ടും ലോകത്തോട് ഭീഷണിയുടെ ഭാഷയിലാണ് സംസാരിച്ചത്, പ്രത്യേകിച്ച് ഇന്ത്യയോട്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ തീരുവ ചുമത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണി അന്താരാഷ്ട്ര വിപണികളെ അലോസരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നാടകമായി മാത്രമാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ ഭീഷണി ഇന്ത്യയെ ബാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്ത്യയുടെ ഊർജ്ജ നയം വികാരങ്ങളാലോ വിദേശ സമ്മർദ്ദങ്ങളാലോ നയിക്കപ്പെടുന്നതല്ല. അത് കണക്കുകൂട്ടലുകളാലും ദേശീയ താല്പര്യങ്ങളാലും നിയന്ത്രിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്നതാണ്. വിദഗ്ധർ വ്യക്തമായി പറയുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ ഇതിനോടകം തന്നെ കാര്യമായി കുറച്ചു എന്നതാണ്. അതിനാൽ ട്രംപിന്റെ തീരുവ ഭീഷണി ഇന്ത്യയുടെ ഇറക്കുമതിയെ ബാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഡിസംബറിൽ ഒരു ദിവസം 1.2 ദശലക്ഷം ബാരലിൽ കുറവ് എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത്. സമാന തോതിൽ തന്നെയായിരിക്കും ജനുവരിയിലെയും ഇറക്കുമതി എന്നാണ് സൂചന. ഡിസംബറിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എണ്ണ ദിവസേന 12 ലക്ഷം ബാരലിൽ താഴെയായിരുന്നു. ജനുവരിയിലും ഇതേ നില തുടരുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിലൂടെ വ്യക്തമാണ് ഇന്ത്യ ഓരോ രാജ്യത്തെയും ആശ്രയിച്ച് അപകടകരമായ നിലപാടുകളിലേക്ക് പോകുന്നില്ല എന്നുള്ളത്. ലോകത്ത് പല രാജ്യങ്ങളും അമേരിക്കൻ സമ്മർദ്ദത്തിന് കീഴടങ്ങി അവരുടെ നയങ്ങൾ മാറ്റുമ്പോൾ ഇന്ത്യ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് സാധ്യമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വവും ആത്മവിശ്വാസവുമുള്ള വിദേശ നയവും കാരണമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ട്രംപിന്റെ 500% തീരുവ ഭീഷണി യഥാർത്ഥത്തിൽ നടപ്പാക്കാൻ സാധിക്കുമോ എന്നതിൽ തന്നെ വലിയ സംശയമുണ്ട്. അത് നടപ്പിലാക്കിയാൽ അമേരിക്ക തന്നെ ഏറ്റവും കൂടുതൽ നഷ്ടം അനുഭവിക്കുന്ന രാജ്യമായി മാറുമെന്നുള്ളതാണ് വസ്തുത. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യയെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ആഗോള വിപണിയിലേക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്കും തിരിച്ചടിക്കും. ട്രംപ് ഇത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രശ്നം. ഭീഷണിയും ഉപരോധവും വഴി ലോകത്തെ നിയന്ത്രിക്കാമെന്ന പഴയ അമേരിക്കൻ ധാരണ ഇന്നത്തെ ബഹുദ്രുവ ലോകത്തിൽ പരാജയപ്പെടുകയാണ്. ഇന്ത്യയുടെ ഊർജ്ജ നയം ഇന്നൊരു പക്ഷേ ലോകത്തിലെ ഏറ്റവും സമതുലിതമായ നയങ്ങളിൽ ഒന്നാണ്. റഷ്യ, മിഡിൽ ഈസ്റ്റ്, അമേരിക്ക, ആഫ്രിക്ക എല്ലാവരോടും ഇന്ത്യ വ്യാപാരം നടത്തുന്നു. ഒരു രാജ്യത്തിന്റെയും ഭീഷണിക്ക് മുന്നിൽ തലകുനിയാതെ എല്ലാ ഓപ്ഷനുകളും തുറന്നു വെച്ചാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൽ കുറച്ചത് ഇന്ത്യയുടെ സ്വതന്ത്ര തീരുമാനമാണ്. അത് അമേരിക്കൻ ഭീഷണിയുടെ ഫലമല്ല. ഇത് ഇന്ത്യയുടെ ശക്തിയാണ്, ദൗർബല്യവുമല്ല. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി എല്ലായ്പ്പോഴും ഏറ്റുമുട്ടലിൽ ഊന്നിയതാണ്. ഞങ്ങളോടൊപ്പമോ ഞങ്ങൾക്കെതിരോ എന്ന പഴയ യുദ്ധകാല മനോഭാവം ഇന്നും അദ്ദേഹം പിന്തുടരുന്നു. എന്നാൽ ഇന്ത്യ അത്തരമൊരു ചട്ടക്കൂടിൽ ഒതുങ്ങുന്ന രാജ്യമല്ല. ഇന്ത്യക്ക് സ്വന്തം ദേശീയ താല്പര്യങ്ങളുണ്ട്, സ്വന്തം ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ട്. വിലക്കയറ്റം നിയന്ത്രിക്കുക, വ്യവസായങ്ങൾക്ക് സ്ഥിരതയുള്ള ഊർജ്ജ വിതരണം ഉറപ്പാക്കുക, സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് നിയന്ത്രിക്കുക, ഇതെല്ലാം ഇന്ത്യൻ സർക്കാരിന്റെ ഉത്തരവാദിത്വങ്ങളാണ്. ട്രംപിന്റെ രാഷ്ട്രീയ അജണ്ട അതിന് മുകളിൽ വരില്ല. മോദി സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊണ്ട നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വലിയ മാന്യത നേടിക്കൊടുത്തിട്ടുണ്ട്. യുദ്ധം പിന്തുണയ്ക്കാതെ, ഉപരോധ രാഷ്ട്രീയത്തിൽ കുടുങ്ങാതെ, സംഭാഷണത്തിന്റെയും സമാധാനത്തിന്റെയും വഴി ഇന്ത്യ മുന്നോട്ട് വെച്ചു. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച തുല്യ നിലപാട് തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശക്തി എന്താണ് എന്ന് തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അമേരിക്കയുടെ ഭീഷണികൾ ഇന്ത്യയിൽ ആശങ്ക സൃഷ്ടിക്കാത്തത്. ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങൽ കുറച്ചത് വിപണി സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ്. വില, ഗതാഗതം, ഇൻഷുറൻസ്, ദീർഘകാല കരാറുകൾ എല്ലാം കണക്കിലെടുത്താണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക പക്വതയുടെ തെളിവാണ്. ട്രംപ് പറയുന്ന പോലെ ഒരു ബട്ടൺ അമർത്തിയാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കുലുങ്ങുന്ന കാലം കഴിഞ്ഞുപോയി. ഇന്ന് ഇന്ത്യ ലോകത്തിന്റെ നിർണായക ശക്തികളിൽ ഒന്നാണ്. അവഗണിക്കാനോ ഭീഷണിപ്പെടുത്താനോ കഴിയാത്ത രാജ്യം. 500% തീരുവ എന്നത് കേൾക്കുമ്പോൾ ശക്തമായി തോന്നാം. പക്ഷേ അത് നടപ്പിലാക്കിയാൽ അതൊരു ആഗോള വ്യാപാര യുദ്ധത്തിന് തന്നെ വഴിയൊരുക്കുമെന്നുള്ളതാണ് സത്യം. ഇന്ത്യയെ പോലൊരു വലിയ വിപണിയെ അമേരിക്ക നഷ്ടപ്പെടുത്താൻ തയ്യാറാകും. ഉത്തരം വ്യക്തമാണ്, ഇല്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പ്രസ്താവനകൾ കൂടുതൽ ആഭ്യന്തര രാഷ്ട്രീയ പ്രചരണത്തിനായുള്ള ശബ്ദ കോലാഹലമായി മാത്രമാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് അഭിമാനകരമാണ്. വിദേശ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ സ്വന്തം വഴിയിൽ ഉറച്ചു നിൽക്കുന്ന രാജ്യം. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്, വാഷിംഗ്ടണിലോ മറ്റേതെങ്കിലും തലസ്ഥാനത്ത് നിന്നോ അല്ല. റഷ്യൻ എണ്ണ വിഷയത്തിലും അതാണ് സംഭവിക്കുന്നത്. ഇന്ത്യ ആവശ്യമായത്ര മാത്രം വാങ്ങുന്നു, ആവശ്യമില്ലാത്തിടത്ത് നിന്ന് പിൻവാങ്ങുന്നു. ഇതാണ് യഥാർത്ഥ ദേശീയ താല്പര്യ രാഷ്ട്രീയം. ട്രംപിന്റെ ഭീഷണികൾ വരും പോകും, പക്ഷെ ഇന്ത്യയുടെ ആത്മവിശ്വാസവും സ്വതന്ത്രതയും തുടരും. റഷ്യൻ എണ്ണ വിഷയത്തിൽ ഇന്ത്യ ഇതിനകം തന്നെ സുരക്ഷിതമായ നിലയിലാണ്. ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഇന്ത്യയുടെ ഈ നിലപാട് മോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഇന്ത്യയുടെ പ്രതീകമാണ്.